ഈ പാസ്റ്റർമാര്, കള്ള പാസ്റ്റർമാര് ഒക്കെ എന്ത് ചെയ്യേ? ഒരുപാട് പാസ്റ്റർമാരുണ്ടായിരുന്നല്ലോ, എന്ത് ചെയ്യേ? കോവിഡ് വന്നപ്പോ എന്ത് ചെയ്യേ പാസ്റ്ററൊക്കെ? പ്രാർത്ഥിച്ചാ പോരെ? വരുന്നവരെയൊക്കെ സുഖം സൗഖ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാ പോരെ തലയ്ക്ക് പിടിച്ച്? എടാ, ദൈവത്തിന് ജീവനില്ല. ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ച ശക്തിയാണ്. പ്രപഞ്ച ശക്തി, പ്രളയം, കോവിഡ് ഇതൊക്കെ വന്നപ്പോ നിന്റെ ബന്ധക്കോസുകാരന്മാരുടെ പ്രാർത്ഥനയൊക്കെ എന്താ പ്രാർത്ഥിക്കാൻ? ഒറ്റൊരുത്തനെ കാണാനില്ലായിരുന്നു. അല്ലെങ്കിൽ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, കർത്താവേ അനുഗ്രഹിക്കണേ, കർത്താവേ ഈ രോഗം പ്രാപിക്കണേ, കണ്ണിന്റെ കാഴ്ച പോയവൻ കണ്ണിന്റെ കാഴ്ച കിട്ടിയേ, എന്തിയേ ഒരുത്തരും ഇല്ലായിരുന്നല്ലോ. പത്തനംതിട്ട കുമ്പഴ താജ് മൻസിൽ CM അബ്ദുൽ കാസിം മകനും പത്തനംതിട്ട റാന്നി താലൂക്ക് ഐരൂർ പഞ്ചായത്തിൽ ഹെഡ് ക്ലർക്കുമായി ജോലി ചെയ്തു വരുന്ന താജുദ്ദീന്റെ വാക്കുകളാണ് നാം അല്പം മുമ്പ് കേട്ടത്. ഇദ്ദേഹം സർവീസിലിരുന്നുകൊണ്ട് ക്രൈസ്തവ പെന്തക്കോസ് സമുദായത്തെയും പാസ്റ്റർമാരെയും ആക്ഷേപിക്കുക എന്നത് ഒരു നിത്യ തൊഴിലായി മാറ്റിയിരിക്കുകയാണ്. സർക്കാർ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഒരു മതത്തെയും ആക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളത് ഗവൺമെന്റ് ചട്ടമാണ്. ഈ ചട്ടമാണ് അദ്ദേഹം ലംഘിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും പഞ്ചായത്ത് എക്സൈസ് വകുപ്പ് മന്ത്രിയോടും ബഹുമാനപ്പെട്ട DGPയോടും ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്. ഇദ്ദേഹം PSC വികലാംഗ കോട്ടയിലാണ് ജോലിയിൽ പ്രവേശിച്ചത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ വികലാംഗത്വം 10% താഴെ മാത്രമാണ് എന്നുള്ളത് വസ്തുതയിലിരിക്കെ ഇദ്ദേഹം 40% ലോക്കോ മോട്ടോർ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചാണ് ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഇദ്ദേഹം തികഞ്ഞ ഒരു കൈക്കൂലിക്കാരനും 5 തവണ ശിക്ഷാ നടപടികൾക്ക് വിധേയനായ വ്യക്തിയുമാണ്. ഇദ്ദേഹം വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ വരുന്ന സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവണതയാണ് നിലവിലുള്ളത്. ഇദ്ദേഹം ഉപയോഗിക്കുന്ന KL33 Q6118 എന്ന വാഹനം വികലാംഗർ ഉപയോഗിക്കുന്ന രീതിയിൽ യാതൊരു രൂപമാറ്റവും ചെയ്തിട്ടില്ല. 40% ലോക്കോ മോട്ടോർ ഡിസേബിലിറ്റിയുള്ള ഒരു വ്യക്തിക്ക് മാനുവൽ ഗിയറുള്ള വാഹനം ഓടിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ഇദ്ദേഹം ഈ വാഹനത്തിൽ തന്നെയാണ് കുമ്പഴയിൽ നിന്ന് സ്വയം വാഹനം ഓടിച്ച് പഞ്ചായത്തിലേക്ക് ജോലിക്ക് വരുന്നത്. ഇദ്ദേഹത്തിന് ലൈസൻസും വികലാംഗത്വ ലൈസൻസും ഇല്ല. ഇത്രയും ക്രമക്കേടുകൾ നടത്തി സർവീസിലിരിക്കുന്ന വ്യക്തിയാണ് മതനിന്ദ, വ്യക്തി അധിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിവരുന്നത്. ശക്തമായ അന്വേഷണം നടത്തണമെന്നും ശക്തമായ ശിക്ഷാ നടപടികൾ നൽകണമെന്നുമാണ് ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്.